ഹായ് എവരി വൺ. നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ന്യൂമറിക്കൽ സൊല്യൂഷൻസ് എന്നുള്ള പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ആൻഡ് ഹയർ ഓർഡർ ഇക്വേഷൻസ് എന്നുള്ള യൂണിറ്റ് ആണ്. ഇതിൽ ഈ യൂണിറ്റിൽ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യാൻ പോകുന്നത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസും ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസും എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ അതിന് നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സുകൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തിയറംസും കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. സോ അതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇവിടെ സ്ട്രെസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ സെഷൻസ് ആണ് ഇത്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇനീഷ്യൽ ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം? ഇത് നമ്മൾ എക്സാമ്പിൾസിലൂടെയാണ് മനസ്സിലാക്കി എടുക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾസിലൂടെ നമുക്കത് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് എക്സാമ്പിൾസിലൂടെയാണ് സോൾവ് ഔട്ട് ചെയ്തത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മെത്തേഡ് എന്നുള്ളത് പിക്കാസ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ മെത്തേഡ് എന്താണ് ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് തിയറം എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് സൊല്യൂഷൻ ഫോർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കുമോ, അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ്. സോ അതിന്റെ സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരിക്കും, അതുപോലെ പ്രൂഫും ഉണ്ടായിരിക്കും. ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിൽ തന്നെ ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് വരുന്നുണ്ട്. ഹോമോജീനിയസ് സൊല്യൂഷൻസ് എന്താന്നുള്ളത്, അതുപോലെ തന്നെ അതിന്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ എങ്ങനെ അത് സോൾവ് ഔട്ട് ചെയ്തെടുക്കുന്നത്, അതുപോലെ തന്നെ നോൺ ഹോമോജീനിയസ് സൊല്യൂഷൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു സെഷനിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ യൂണിറ്റിൽ നമ്മൾ ഡിഗ്രി ആ സമയത്തൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ഔട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഫസ്റ്റ് ഓർഡർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഡിഗ്രിയിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ആൻഡ് ഹയർ ഓർഡർ ഇക്വേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എലമെന്ററി ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു. നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഒരു ജനറൽ ഫസ്റ്റ് ഓർഡർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അതിന്റെ സൊല്യൂഷൻ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് ആണ് പിക്കാർഡ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കത് സോൾവ് ചെയ്തിട്ട് എടുക്കാം. പിന്നീട് നമ്മൾ ഇതില് കൂടുതലായിട്ടും ഒരു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസും ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് തന്നെയാണ്. ഓക്കെ, അത് നമ്മൾ കുറെ എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സോൾവ് ഔട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഐഡിയ കാര്യങ്ങൾ. ആദ്യം ഞാൻ പറഞ്ഞ പോലെ പിക്കാസ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻസ് എന്താണ്, ആ മെത്തേഡ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇത് ഇമ്പോർട്ടന്റ് തിയറാണ്. നമ്മുടെ യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിയറാണ് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് സൊല്യൂഷൻ ഐഡിയ. അതിന്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും നമ്മൾ പഠിക്കണം. അപ്പൊ അത് ഇമ്പോർട്ടന്റ്. പിന്നെ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അതിൽ തന്നെ ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ്. ഇപ്പൊ ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പ്രോബ്ലംസ് ആണ്. അപ്പൊ ഇതിന് ആദ്യം കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിരിക്കണം. കോൺസെപ്റ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തിയറം കാര്യങ്ങളൊക്കെ അത് സ്ട്രോങ് ആയി മാത്രം നമുക്ക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് ഇപ്പോൾ ഡെറിവേറ്റീവ്സും ഇന്റഗ്രേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ ആദ്യം ഒന്ന് റിവൈസ് ചെയ്തെടുക്കാൻ നല്ലതായിരിക്കും. കാരണം നമ്മളിവിടെ പ്രോബ്ലത്തിൽ വളരെ എലമെന്ററി ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡെറിവേറ്റീവ് ഇന്റഗ്രേഷൻ ഒക്കെ. അത് നന്നായിട്ട് തറോ ആയാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യൽ ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നമുക്ക് ഒരു എക്സാമ്പിളിലൂടെയാണ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഒരു പ്രോബ്ലം നമുക്ക് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്ത മെത്തേഡ് സിമിലർ ആണ്. നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ മെത്തേഡ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏത് മെത്തേഡിലാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. യൂഷ്വൽ ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന y ഡാഷ് ഇസ് ഈക്വൽ ടു 2x ഇൻറ്റു 1 പ്ലസ് y സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്താം?
is dy by dx equal to 2x to 1 plus y square. ഈ ഒരു രീതിയിൽ നമുക്കത് റീറൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഏത് മെത്തേഡാണ് നമ്മളോട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെച്ചാൽ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് എന്നതാണ് അല്ലെ. വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് എന്താ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം dy by dx is equal to x 1 plus y square ആണ്. സോ നമ്മളിവിടെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് dy is by 1 plus y square is equal to x. നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രൽ dy by 1 plus 1 square is equal to ഇന്റഗ്രൽ 2x dx ആണ്. ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്റഗ്രലും ഡെറിവേറ്റീവ്സും നല്ലോണം തറവായിരിക്കണം. സോ 1 by 1 plus y square ഇന്റഗ്രൽ എന്താണ്? ദാറ്റ് ഇസ് an ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഇസ് tan ഇൻവേഴ്സ് y which is equal to ഇന്റഗ്രൽ ഓഫ് 2x എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് x സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. ഒന്നും കൂടി റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ tan ഇൻവേഴ്സ് y is equal to x സ്ക്വയർ പ്ലസ് ഇതിനെ നമുക്ക് റീറൈറ്റ് ഇന്റഗ്രൽ y ഓഫ് x is equal to x സ്ക്വയർ പ്ലസ് a. നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തു. നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? y ഓഫ് x is equal to tan x പ്ലസ് a. ഇവിടെ കിട്ടുന്ന കോൺസ്റ്റന്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഉണ്ട്. ഇങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് അപ്പം ഈ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, അപ്പൊ ഈ ഒരു സൊല്യൂഷന്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ പറയുക, ആർബിട്രറി കോൺസ്റ്റന്റ്. ഇപ്പൊ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ ആർബിട്രറി കോൺസ്റ്റന്റ് എന്താണെന്നൊക്കെ അറിയും. സോ ഇപ്പൊ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ആർബിട്രറി കോൺസ്റ്റന്റ്സുകൾക്ക് വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഓരോ വാല്യൂസിനനുസരിച്ചിട്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കിട്ടുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഒരു സൊല്യൂഷൻസുകളുടെ കളക്ഷൻ അതെന്തായിരിക്കും? നമുക്ക് ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും. കാരണം ഇത്രയും ആർബിട്രറി വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ആ സൊല്യൂഷൻസിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും. അങ്ങനെ കിട്ടുന്ന ഫാമിലിനെയാണ് നമ്മൾ വൺ പാരാമീറ്റർ ഫാമിലി എന്ന് പറയുന്നത്. ആ ഒരു നമുക്കൊരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ് ഫസ്റ്റ് ഓർഡറിൽ ഉണ്ടായിരിക്കുന്നത്. സോ അതിനെ നമ്മൾ വൺ പാരാമീറ്റർ ഫാമിലി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ജോമെട്രിക്കൽ ഇമ്പോർട്ടൻസ് എന്താ? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും. ഈ സൊല്യൂഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ജോമെട്രിക്കലി എന്തായിരിക്കും കിട്ടുന്നത്? ജോമെട്രിക്കലി ഇന്റഗ്രൽ കർവ് ആണ് ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പൊ നമുക്കൊരു ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫാമിലി ഓഫ് ഇന്റഗ്രൽ കർവ്സ് ആയിരിക്കും കിട്ടും. അതാണ് ജോമെട്രിക്കലി നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കളക്ഷനിൽ ഒരു സൊല്യൂഷൻ നമുക്കൊരു സ്പെസിഫിക് സൊല്യൂഷൻ മാത്രം ചൂസ്, അങ്ങനെ ചൂസ് ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർ സൊല്യൂഷൻസിന് സ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇന്റഗ്രൽ കർവ്സിന് എന്തായിരിക്കും നമ്മൾ പറയുന്നത്? പർട്ടിക്കുലർ ഇന്റഗ്രൽ കർവ്സ് ആയിരിക്കും. എന്താണ് ഈ പർട്ടിക്കുലർ ഇന്റഗ്രൽ കർവ്സ്? നമ്മളൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇന്റഗ്രൽ കർവ്സ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഇന്റഗ്രൽ കർവ്സ് എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന പോയിന്റ് ഷുഡ് പാസ് ത്രൂ എ പോയിന്റ് എക്സ് നോട്ട് വൈ എന്നുള്ള ഒരു സ്പെസിഫിക് പോയിന്റിലൂടെ അത് പാസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഇന്റഗ്രൽ കർവ്സ് ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർട്ടിക്കുലർ ഇന്റഗ്രൽ കർവ്സ് പറയാം. ഇതിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇപ്പൊ സൊല്യൂഷൻ ഫോമിലാണെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു y. നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റഗ്രൽ കർവ് വരയ്ക്കുന്ന സമയത്ത് അത് പർട്ടിക്കുലർലി ആ പോയിന്റിലൂടെ പാസ് ചെയ്തിരിക്കണം. മീൻസ് നമുക്ക് ആ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അതാണ്. എന്താണ്? നമുക്കൊരു സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇന്റഗ്രൽ കർവ്സ്, ആ ഇന്റഗ്രൽ കർവ്സ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിനോടൊപ്പം നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻസും കൂടി ചേർക്കുകയാണെങ്കിൽ അതിനെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇവിടെയുള്ള പ്രോബ്ലം നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ എടുത്തു അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ സപ്പോസ് ചെയ്യുന്നത് ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് y ഓഫ് 0 ഈക്വൽ ടു
സീറോ ആണെങ്കിൽ ഈ y ഓഫ് സീറോ ഈക്വൽ സീറോ മീൻസ് എന്താണ്? ഇവിടുത്തെ പോയിന്റ് ഏതായിരിക്കണം? ദാറ്റ് ഇസ് ഈ ഒരു പോയിന്റ് ആയിരിക്കണം. ദാറ്റ് ഇസ് ആ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് സൊല്യൂഷന്? y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് സ്ക്വയർ പ്ലസ് സി. ഈ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ കർവ് എന്ന് പറയുന്നത് ഏതിലൂടെ പാസ് ചെയ്തിരിക്കണം? 0 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഇനീഷ്യൽ കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ y ഓഫ് സീറോ ഈക്വൽ സീറോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്താണ്? ടാൻ സീറോ പ്ലസ് സി കിട്ടും. അല്ലെ, y ഓഫ് സീറോ ഈക്വൽ ടാൻ സീറോ സ്ക്വയർ സീറോ ആണ്, സീറോ പ്ലസ് സി കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് എന്താണ്? ടാൻ ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ ടാന്റെ വാല്യൂ സീറോ ആവണമെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എന്താണ്? സി ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. സി എന്നുള്ള ആർബിട്രറി കോൺസ്റ്റന്റ് നമുക്ക് എന്താന്ന് കിട്ടി? സീറോ എന്ന് കിട്ടി. ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഇന്റഗ്രൽ സി എന്നുള്ള ആർബിട്രറി കോൺസ്റ്റന്റിന്റെ വാല്യൂ സീറോ ആണ്. ദാറ്റ് ഈസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ദാറ്റ് ഈസ് y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് സ്ക്വയർ പ്ലസ് സി എന്നുള്ളത് സി സീറോ, ദാറ്റ് ഈസ് ടാൻ എക്സ്. ദിസ് ഇസ് ദ സൊല്യൂഷൻ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ മാത്രം, സീറോന്റെ പർട്ടിക്കുലർ പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന കർവിന്റെ സൊല്യൂഷൻ ആയിരിക്കും ഇത് y ഓഫ് എക്സ് ഈക്വൽ ടാൻ എക്സ്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ഇന്റർവെല്ലായിരിക്കും. സിൻസ് ടാൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5/8. ഇതാണ് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് എങ്ങനെയാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. സോ അത് അതിലൂടെ പാസ് ചെയ്തിരിക്കുന്ന അതിന്റെ ജോമെട്രിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്, ഇന്റഗ്രൽ കർവ്സ് ആയിരിക്കും, ഈ കാര്യങ്ങളും പറഞ്ഞു. ഇനി സപ്പോസ് നമ്മൾ അതിന്റെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി സെക്കൻഡ് ഓർഡർ ഡിസ്കസ് ചെയ്യണം. അപ്പൊ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എടുക്കുന്നെങ്കിൽ ഇതേപോലെ ഇനീഷ്യൽ കണ്ടീഷൻസിന് വല്ല മാറ്റമുണ്ടോ? ഇനീഷ്യൽ കണ്ടീഷൻ ഇവിടെ നമുക്ക് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ഒരു പോയിന്റിലൂടെ ഒരു ഇന്റഗ്രൽ കർവ് പാസ് ചെയ്യണം എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് എടുക്കുന്നെങ്കിൽ അവിടെ ഇനീഷ്യൽ കണ്ടീഷൻസിന്റെ എണ്ണത്തിന് ലൈക്ക് ഇസ് ദർ മോർ ദാൻ വൺ ഇനീഷ്യൽ കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യം അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എങ്ങനെയാണ് നമുക്കൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് ഓർഡർ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇതെങ്ങനെയായിരിക്കും? ഇതും നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ്. ദാറ്റ് ഇസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചു തന്നെയാണ് എങ്ങനെയാണ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ജനറൽ സൊല്യൂഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ഔട്ട് ചെയ്തെടുക്കാം. നമുക്ക് തന്നിരിക്കുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് പ്ലസ് 6y ഇസ് ഈക്വൽ ടു 0. ദിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് സീറോനോടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പൊ സീറോനോട് ഇക്വേറ്റ് ചെയ്യുന്ന സൊല്യൂഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഹോമോജീനിയസ്. ഹോമോജീനിയസ് ഒക്കെ നമ്മൾ മുന്നേ ഈ ഹോമോജീനിയസ് സൊല്യൂഷൻസിനൊക്കെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്തെടുത്തിട്ടുള്ള കാര്യമാണ്. സോ അപ്പൊ ഹോമോജീനിയസ് എന്ന് പറയുന്നത് ഒരു ന്യൂ വേർഡ് ഒന്നല്ല. ഒരു ഇക്വേഷൻ സീറോനോട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഹോമോജീനിയസ് ആയിരിക്കും. y ഡബിൾ ഡാഷ് പ്ലസ് 5 ഡാഷ് പ്ലസ് 6y. നമ്മളിതിൽ ഫസ്റ്റ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ മീൻസ് ഫോം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ നമ്മൾ ഓരോ ഡെറിവേറ്റീവ്സും റീപ്ലേസ് ചെയ്യാം. ഓക്കെ, വേറെ വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ദാറ്റ് ഈസ് y ഡബിൾ ഡാഷ് നമുക്ക് r സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്യാം, y ഡാഷിന് r വെച്ച് റീപ്ലേസ് ചെയ്യാം, y-നെ നമുക്ക് 1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ വി ഗെറ്റ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എന്താണ്? r സ്ക്വയർ പ്ലസ് 5r പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി നമുക്ക് അതിന് എന്താ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഫാക്ടറൈസേഷൻ ആയിരിക്കും. ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? r പ്ലസ് 3 ഇൻറ്റു r പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് കിട്ടുന്നത് r ഇസ് ഈക്വൽ ടു -3 ആൻഡ് r ഇസ് ഈക്വൽ ടു -2. രണ്ട് വാല്യൂസ് ആണ് കിട്ടുന്നത്. r ഇസ് ഈക്വൽ ടു -3 ആൻഡ് r ഇസ് ഈക്വൽ ടു -2. സോ അപ്പൊ ഈ രണ്ട് റൂട്ട്സുകളും എന്താണ്? റിയൽ ഡിസ്റ്റിങ്ക്ട് റൂട്ട്സുകളാണ് അല്ലെ. ഈ രണ്ട് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് റൂട്ട്സ് റിയൽ ാണ്. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് ഫോർമാറ്റിലായിരിക്കും? ജനറൽ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു c1
e raised to minus 2x plus c2 e raised to minus 3x ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു ജനറൽ സൊല്യൂഷനിൽ നമുക്ക് രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസുകളാണ് ഉള്ളത്. അതായത് c1 ഉം c2. So we have two arbitrary constants. ഈ ഫസ്റ്റ് ഓർഡർ സൊല്യൂഷനിൽ നമുക്ക് ഒരു ആർബിട്രറി കോൺസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ സെക്കൻഡ് ഓർഡറിൽ നമുക്ക് രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൽ നമുക്ക് ആർബിട്രറി കോൺസ്റ്റന്റിന്റെ വാല്യൂസ് മാറുന്നതനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഡിസ്റ്റിങ്ക്ട് സൊല്യൂഷൻസ് കിട്ടും. അങ്ങനെയുള്ള ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസുകളുടെ ഫാമിലി ആയിരിക്കും നമ്മൾ വൺ പാരാമീറ്റർ ഫാമിലി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസുകളാണ്. സോ അപ്പൊ ഈ രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസുകളുടെ വാല്യൂസ് അനുസരിച്ചിട്ട് നമ്മുടെ സൊല്യൂഷൻസിന്റെ വാല്യൂ മാറും. സോ അതനുസരിച്ച് നമുക്ക് കിട്ടുന്നത് ടു പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും. ഈ ഒരു ഫാമിലിയിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെയായിരിക്കണം അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഓർഡർ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ കേർവ്സിൽ നമുക്ക് ആ ഒരു പോയിന്റ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ആ ഒരു പോയിന്റിലൂടെ കർവ് പാസ് ചെയ്തിരിക്കണം. സെക്കൻഡ് ഓർഡർ എടുക്കുന്ന സമയത്ത് സെക്കൻഡ് ഓർഡറിൽ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ കർവ് എന്ന് പറയുന്നത് ആ പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്താൽ പോരാ. അത് ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ഒരു കാര്യം കൂടി ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ആ ഒരു പോയിന്റിലുള്ള സ്ലോപ്പും കൂടി ആ കർവിന്റെ സ്ലോപ്പും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അതും ആ ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് നമുക്ക് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് രണ്ടെണ്ണമാണ് വരുന്നത്. എന്തൊക്കെയായിരിക്കും വെച്ചാൽ നമുക്കിപ്പോ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ y ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് y ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു വൈ നോട്ട് ആയിരിക്കും. പിന്നെ അടുത്ത എന്തായിരിക്കണം ആ ഒരു പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിലുള്ള സ്ലോപ്പ് അതും ഇമ്പോർട്ടന്റ് ആണ്. വൈ ഡാഷ് എക്സ് നോട്ട് എന്നുള്ളത് അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നതും രണ്ട് കണ്ടീഷൻസ് ആണ്. ആ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്തിരിക്കണം. രണ്ടാമത് സ്ലോപ്പ് ഓഫ് ദി കർവ് അറ്റ് ദാറ്റ് പോയിന്റ്. സോ അപ്പൊ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പ്രോബ്ലത്തിന്റെ രണ്ട് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത് നോക്കുക. സപ്പോസ് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ഇതാണ്. y ഓഫ് 0 is equal to 0 ആണ്, y ഡാഷ് 0 is equal to 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ദാറ്റ് ഈസ് y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു c1 e raised to minus 2x plus c2 e raised to minus 3x ആണ്. ഇതിൽ നമ്മൾ ആദ്യം y ഓഫ് 0 അറ്റ് 0 ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. നമുക്ക് എന്തായിട്ട് c1 e raised to 0 എന്ന് പറയുന്നത് 1 ആണ്. ബിക്കോസ് എക്സ്പോണൻഷ്യൽ ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ വാല്യൂ പവർ 0 ആവുന്ന സമയത്ത് 1 ആയിരിക്കും. സോ c1 പ്ലസ് നെക്സ്റ്റ് ഇസ് ഓൾസോ എക്സ് 0 കൊടുക്കുന്ന സമയത്ത് വിച്ച് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് y ഓഫ് 0 is equal to c1 plus c2 is equal to 0. ഇതാണ് ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. സോ അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് y ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു c1 e raised to minus 2x പ്ലസ് മൈനസ് 3 ഇൻറ്റു c2 e raised to minus 3x. ഇതിൽ നമ്മൾ അറ്റ് പോയിന്റ് 0 കൊടുക്കുമ്പോൾ ദാറ്റ് ഇസ് y ഡാഷ് 0 is equal to മൈനസ് 2 ഇൻറ്റു ദെൻ മൈനസ് 3 ഇൻറ്റു c2 ആയിരിക്കും കിട്ടുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു വി ഗെറ്റ് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസും ഇവിടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്ത് നമുക്ക് ഇനി ഇത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നമുക്കിത് സോൾവ് ചെയ്യാം. c1 പ്ലസ് c2 is equal to 0 ആണ്. ആൻഡ് മൈനസ് 2 c1 മൈനസ് 3 c2 is equal to 1. സോ ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് c1 ഉം c2ന്റെ വാല്യൂ കിട്ടുന്നത് c1 is equal to 1 ആൻഡ് c2 is equal to minus 1 ആയിരിക്കും. സോ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ സൊല്യൂഷൻ ഇസ് y ഓഫ് എക്സ് is equal to c1 e raised to minus 2x plus c2 e raised to minus 3x ആണ്. അതിൽ c1 c2ന് 1 മൈനസ് 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഉണ്ടായിട്ട് മാറും y ഓഫ് എക്സ് is equal to e raised to minus 2x minus e raised to minus 3x. x ഇവിടെ വേരി ചെയ്യുന്നത് അറൌണ്ട് ഇൻഫിനിറ്റി ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ബിക്കോസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ എക്സ് വേരി ചെയ്യുന്നത് അങ്ങനെയാണ്. അതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ. സോ അങ്ങനെ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് ഓർഡർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. അതിന് നമുക്ക് ഒരു ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിസ്കസ് ചെയ്തു. സോ അത് സോൾവ് ചെയ്തപ്പോൾ അതിന് സെക്കൻഡ് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ
ജനറലി നമുക്ക് എന്ത് പറയാം, ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ ആ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കേസിൽ നമുക്ക് എത്ര കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം, എത്ര ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം, n ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ നമുക്ക് ജനറൽ ആയിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്കൊരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കണം, nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കേസിൽ നമുക്ക് എത്ര കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, n കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞ y(0) = 0 അങ്ങനെയുള്ള ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. സോ ഇത് സോൾവ് ചെയ്തൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. ആൽഫ നോട്ട്, ആൽഫ 1 അറ്റ് ആൽഫ n-1 ഇറ്റ് ഈസ് ഡിഫൈൻഡ് അറ്റ് എ പോയിന്റ് എ. നമ്മൾ ജനറലി നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, y(x0) = y0 എന്നുള്ള ഫോർമാറ്റ് പോലെ x0 y0 എന്നുള്ള ഒരു പോയിന്റിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഇവിടെ നമ്മൾ എ എന്നുള്ള ഒരു ഫിക്സഡ് പോയിന്റ് ആണ്. എ എന്നുള്ള പോയിന്റിൽ കിട്ടുന്ന വാല്യൂസ് ആണ് നമുക്ക് ഇതൊക്കെ കോൺസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നതിനെയാണ് ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ജനറലി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടുഗെദർ വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് ആയിരിക്കും ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇത്രയും എക്സാമ്പിൾസിലൂടെ നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് വാട്ട് ഇസ് ഡിഫറെന്റ്, ഈ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്? ഓക്കെ, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം പറയുമ്പോൾ നമുക്കതിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് കണ്ടീഷൻസ് ആണ്. ഓക്കെ, രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ആയിരിക്കും നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ നമുക്കിവിടെ എക്സാമ്പിളിലൂടെ നമുക്ക് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. സോ ഒരു കൺസിഡർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കിവിടെ തന്നിരിക്കുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് y is equal to 0. നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തെടുക്കും, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കുന്നത് അല്ലെ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യാം. ഈ y ഡബിൾ ഡാഷിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, r² വെച്ചിട്ടും ആൻഡ് y-നെ നമുക്ക് 1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന റൂട്ടുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, r is equal to we get പ്ലസ് ഓർ മൈനസ് അല്ലെ, ബിക്കോസ് നമുക്കറിയാലോ കോംപ്ലക്സ് റൂട്ട് ആണ് കിട്ടുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത് i ആണ്. അതായത് സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് പ്ലസ് ഓർ മൈനസ് കൊടുക്കുന്നു. അപ്പൊ ഇത് ഇസ് കോംപ്ലക്സ് റൂട്ട്. നമുക്ക് ഇവിടെ കിട്ടുന്ന റൂട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലക്സ് കോൺജുഗേറ്റുകളാണ്. ഇറ്റ് ഈസ് കോംപ്ലക്സ് കോൺജുഗേറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും, c1 y of x is equal to c1 cos x plus c2 sin x ആയിരിക്കും. x is depend on this -∞ to ∞. ഇപ്പൊ ഇവിടെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതായത് IVP നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് നമുക്ക് രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും. c1 c2 എന്നുള്ള രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. ഇതിന്റെ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ് മീൻസ് നമുക്ക് ഇവിടെ രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. c1 ഉം c2 ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് നെസസറി ആണെന്നുള്ളത് പ്രോബ്ലത്തിന് IVPയുടെ പ്രോബ്ലത്തിന് ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഡിഫറെന്റ് പോയിന്റുകളിലായിരിക്കും നമ്മൾ കണ്ടീഷൻസ് എടുക്കുന്നത്. IVPയിൽ എങ്ങനെയായിരുന്നു, IVPയിൽ നമുക്ക് സെയിം പോയിന്റിലാണ് അല്ലെ, x0 എന്നുള്ള പോയിന്റിൽ തന്നെ നമ്മൾ സ്ലോപ്പും ഡിഫൈൻ ചെയ്യണം, x0 എന്നുള്ള പോയിന്റിൽ തന്നെ ഫംഗ്ഷന്റെ വാല്യൂവും ഡിഫൈൻ ചെയ്യണം. രണ്ടും സെയിം പോയിന്റിലായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് രണ്ട് ഡിഫറെന്റ് പോയിന്റ്സിലായിരിക്കും. ഇവിടെ നമ്മളിപ്പോ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് പോയിന്റുകൾ എന്ന് പറയുന്നത് x is equal to 0യും x is equal to π/2 ആണ്. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സിൽ എങ്ങനെയായിരിക്കും ഈ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ മൂന്ന് ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, മൂന്നെണ്ണം. ഒന്ന് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് y of 0 എന്നുള്ള പോയിന്റ് ഫിക്സ്ഡ് ആണ്. അതുപോലെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ π/2. അപ്പൊ y of 0 is equal to 0 എന്നാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. രണ്ടാമത്തത് y of π/2 is equal to 0. ഇപ്പൊ ഈ ഒരു രണ്ട് കണ്ടീഷൻസിലും നമുക്ക്
ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് സാറ്റിസ്ഫൈങ് ആണോ എന്നാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസ് ഒന്ന് ജസ്റ്റ് ഇവിടെ സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം y of 0 is equal to 0 എന്ന് പറയുന്നത് എന്താണ്? y of 0 is equal to c1 cos 0 plus c2 sin 0 which is equal to 0. c1 cos 0 is equal to c1 ആണ്, plus 0 is equal to 0 കിട്ടും, plus c1 is equal to 0. അതേപോലെ നമുക്ക് y of pi by 2, y of pi by 2 is equal to c1 cos pi by 2 plus c2 sin pi by 2 equal to 0. So c1 cos pi by 2 എന്ന് പറയുന്നത് 0 ആണ്. So c2 sin pi by 2 1 ആണ്. Plus c2 sin pi by 2 is 1. So we get c2 is equal to 0. അപ്പോൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻസിൽ ഈ രണ്ട് കണ്ടീഷൻസിലും നമുക്ക് കിട്ടുന്നത് c1 0 ആണ്, c2 0 ആണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ജനറൽ സൊല്യൂഷനിൽ c1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് 0 അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷനിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ട്രിവിയൽ സൊല്യൂഷൻ ആണ്. y of x is equal to 0 എന്ന് പറയുന്നത് എന്താണ്? ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് y of 0 is equal to 0യും അതുപോലെ y dash pi by 2 is equal to 0 ആണ്. അപ്പൊ സെക്കൻഡ് കേസിൽ നമ്മൾ y of 0 ഓൾറെഡി നമുക്ക് c1 0 നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി y dash pi by 2 ആണ്. അതായത് നമുക്ക് y dash x എന്താണ്? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് c1 sin x പ്ലസ് c2 cos x ആണ് അല്ലെ. അപ്പൊ y dash pi by 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് c1 sin pi by 2 പ്ലസ് c2 cos pi by 2 ഈക്വൽ ടു 0. sin pi by 2 1 ആണെന്ന് നമുക്കറിയാം. So minus c1 is equal to 0, that is c1 0. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ c1 0 ആണ്, സെക്കൻഡ് കണ്ടീഷനിൽ c1 0 ആണ്. നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? y of x is equal to c1 cos x plus c2 sin x ആണ്. ഇത് c1 0 ആയ ബാക്കി c2 sin x ആണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഇവിടുത്തെ സൊല്യൂഷൻ എന്തായിരിക്കും? y of x is equal to c2 sin x ആണ് രണ്ടാമത്തെ. നമുക്ക് മൂന്നാമത്തെ വന്നിട്ട് y of 0 is equal to 0യും y dash pi by 2 is equal to 1 ആണ്. സോ നമുക്കത് ഇവിടെ y dash pi by 2 കൂടി നമുക്ക് ചെക്ക് ചെയ്താൽ മതി. y of 0 is equal to 0 എന്ന് പറഞ്ഞാൽ c1 0 ആണെന്ന് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. y dash pi by 2 is equal to 1ന് നമ്മൾ ജസ്റ്റ് ഇവിടെ y dash ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എന്ത് കൊടുക്കാം? pi by 2 ഉണ്ട്. y dash pi by 2 is equal to 1 കൊടുക്കുമ്പോൾ c1 ഓൾറെഡി 0 എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്ക് രണ്ടാമത്തെ കേസിൽ നമുക്കിവിടെ y, നമുക്കിപ്പോൾ തേർഡ് കേസ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് y dash pi by 2 ഈക്വൽ ടു 1. y dash pi by 2ൽ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ലൈക്ക് മൈനസ് c1 ആണ്. ഇവിടെ y dash pi by 2 നമുക്ക് കിട്ടിയത് c1 ആയിരുന്നു, മൈനസ് c1 ആയിരുന്നു. സോ മൈനസ് c1 ഇസ് ഈക്വൽ ടു 1 വരും. അത് പോസിബിൾ ആണോ? കാരണം നമുക്ക് ഒരേ ഇതിൽ തന്നെ രണ്ട് വാല്യൂസ്, ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ ചെയ്തപ്പോൾ ദാറ്റ് ഇസ് y of 0 ചെയ്യുമ്പോൾ y of 0 is equal to 0 ചെയ്യുമ്പോൾ നമുക്ക് c1 എന്ത് കിട്ടി? 0 കിട്ടി. y dash pi by 2 is equal to 1 ചെയ്യുമ്പോൾ c1 എന്ത് കിട്ടുന്നു? 1 കിട്ടുന്നു. അതൊരിക്കലും പോസിബിൾ അല്ല. രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. സോ തേർഡ് കണ്ടീഷൻ നമുക്ക് എന്തായിരിക്കും? നോ സൊല്യൂഷൻ ആണ്. തേർഡ് കണ്ടീഷനിൽ നമ്മുടെ എന്താന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോ സൊല്യൂഷൻ. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ y of x എന്ന് പറയുന്ന ട്രിവിയൽ സൊല്യൂഷൻ ആണ് കിട്ടുന്നത്. ട്രിവിയൽ സൊല്യൂഷൻ ആണ്. സെക്കൻഡ് കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് y of x c2 sin x ആണ് കിട്ടുന്നത്. ദിസ് ഇസ് എ സൊല്യൂഷൻ. തേർഡിൽ നമുക്ക് c1 രണ്ട് വാല്യൂസ് കിട്ടും. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ നമുക്ക് നോ സൊല്യൂഷൻ. അതായത് കോൺട്രാഡിക്ഷൻ ആണ്. നമുക്ക് അറ്റ് സൈമൾട്ടേനിയസ്ലി നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കിട്ടില്ല. അപ്പൊ ഈ ബൗണ്ടറി കണ്ടീഷൻ നമ്മളിപ്പോൾ ഇവിടെ സോൾവ് ചെയ്ത് കാണിച്ചത് ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഫസ്റ്റ് വൺ നമുക്ക് ട്രിവിയൽ കിട്ടി, സെക്കൻഡ് വൺ നമുക്ക് c2 sin x കിട്ടി, തേർഡ് വൺ സൊല്യൂഷൻ ആണ് കിട്ടിയത്. അപ്പൊ ഇതിന് എന്ത് ക്ലിയർ ആണ് നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് സൊല്യൂഷൻസ് ഡിഫറെന്റ് ആണ് അല്ലെ.
ചില കേസുകളിൽ നമുക്ക് സൊല്യൂഷൻസ് തന്നെ എന്താണ് കിട്ടാതിരിക്കാം. അതുപോലെ ചില കേസുകളിൽ നമുക്ക് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ചിലതിൽ സിംപിൾ സൊല്യൂഷൻസ് ആയിരിക്കും. അപ്പം ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൽ ഇങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്താണ് ഒരു തോട്ട് എന്ന് പറയുന്നത് നോർമലി വരുന്നത് എന്തായിരിക്കണം? ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൊല്യൂഷൻസ് നമ്മൾ നോക്കി അതില് മോർ ദാൻ വൺ സൊല്യൂഷൻ ഉണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതിന്റെ യുണീക്നെസ് എന്തായിരിക്കും? അങ്ങനെയുള്ള ഒരു ഫീച്ചർ ഉണ്ടോ? IVPക്ക് അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് അല്ലേ? കാരണം ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻസ് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് വരാം, നോ സൊല്യൂഷൻസ് വരാം. അപ്പൊ IVPയുടെ കേസ് എങ്ങനെയായിരിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം ഓഫ് സൊല്യൂഷൻസ് ഓഫ് IVP. സോ അതിനായിട്ട് നമ്മൾ ഒരു മെത്തേഡ് പഠിക്കണം എന്ന് പറഞ്ഞു. പിക്കാർഡ്സ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻസ് ആണ്. അതും കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് തിയറം ക്ലിയർ ആവും. അപ്പോൾ അതോടെ നമുക്ക് IVPനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി കിട്ടും. അതിന്റെ യുണീക്നെസ് എന്താന്നുള്ള കാര്യം. അതാണ് നമ്മുടെ ഈ സെഷൻ. അപ്പോൾ ഈ സെഷനിൽ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലത്തെ. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് മാത്രമാണ്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്താണ്, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്താണെന്നുള്ള ചെറിയൊരു പോർഷൻ ആണത്. അപ്പൊ ഇത് ക്ലിയർ ആയി ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി മനസ്സിലാക്കുക. ദെൻ നമുക്ക് അടുത്ത തിയറത്തിലേക്കായിരിക്കും നെക്സ്റ്റ് സെഷനിൽ പോകുന്നത്. ഓക്കെ, താങ്ക് യു.